100 കോടി പടങ്ങൾ വന്നിട്ടും ഈ വർഷത്തെ തകർക്കാൻ പറ്റാത്ത റെക്കോർഡുമായി മലൈക്കോട്ടെ വാലിബൻ ടിവിയിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. OTTയിൽ എത്തിയപ്പോൾ മലൈക്കോട്ടെ വാലിബൻ്റെ രംഗങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വലിയ ഹൈപ്പുമായി എത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. എന്നാൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബന് തിയേറ്ററുകളിൽ വിജയിക്കാനായില്ല. വൻ പരാജയമാവുകയും ചെയ്തു. OTTയിൽ പ്രദർശനത്തിന് എത്തിയ മോഹൻലാൽ ചിത്രം ഒടുവിൽ TV പ്രീമിയർ നടത്താൻ പോവുകയാണ് എന്നാണ് വിവരം. മലൈക്കോട്ടെ വാലിബൻ മോഹൻലാലിൻ്റെ ഇൻട്രോയ്ക്ക് തിയേറ്ററുകൾ വിറയ്ക്കും എന്ന് ഡിനു പാപ്പച്ചൻ റിലീസിന് മുമ്പേ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതിന് വലിയ ചർച്ചയായിരുന്നു. പിന്നീടത് ഓവർ ഹൈപ്പായി വ്യാഖ്യാനിക്കപ്പെട്ടു. പ്രമോഷനിലെ പാളിച്ചകളാണ് മലൈക്കോട്ടെ വാലിബന് തിയേറ്ററുകളിൽ പ്രതിസന്ധിയായതെന്ന് അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. OTTയിൽ എത്തിയപ്പോൾ മലൈക്കോട്ടെ വാലിബനിലെ രംഗങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ചിത്രം ടെലിവിഷൻ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ഏഷ്യാനെറ്റിലൂടെയാണ് മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും ഒന്നിച്ച ചിത്രം TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. മെയ് 19 ഞായറാഴ്ച വൈകിട്ട് 5:30-നാണ് ചിത്രം TVയിൽ എത്തുന്നത് എന്നാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോ പറയുന്നത്. അതേസമയം 2024 വർഷത്തിൽ ആദ്യ ദിനത്തിൽ കേരളത്തിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് നേടിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. 5,85,00,000 രൂപയാണ് ഈ മോഹൻലാൽ ചിത്രം ആദ്യ ദിനത്തിൽ നേടിയത്. മലയാളത്തിൽ വിവിധ 100 കോടി ചിത്രങ്ങൾ വന്നിട്ടും ഈ റെക്കോർഡ് തകർന്നിട്ടില്ല. നേരത്തെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് വാലിബൻ OTT റിലീസ് ചെയ്തത്. നൻപകൽ നേരത്ത് മയക്കം എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് വാലിബൻ. ഒരു ഫാന്റസി കഥയാണ് ചിത്രം പറഞ്ഞത്. ജനുവരി 25-നാണ് മലൈക്കോട്ടെ വാലിബൻ റിലീസ് ചെയ്തത്. മോഹൻലാലിനൊപ്പം സൊനാലി കുൽക്കർണി, ഹരീഷ് പേരടി, മനോജ് മോസസ്, കഥ നദി, ഡാനിഷ് സയ്യിദ്, മണികണ്ഠൻ ആചാരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 130 ദിവസങ്ങളിൽ രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലൈക്കോട്ടെ വാലിബൻ്റെ ചിത്രീകരണം നടന്നത്. ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് PS റഫീഖാണ്. ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രവുമാണ് ഇത്. ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ്. ദീപു ജോസഫ് എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ മേക്കപ്പ് റോണെക്സ് സേവിയറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.